ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മണിക്കണക്കിന് നിങ്ങൾ സമയം ചിലവഴിക്കണം എന്നുള്ളതില്ല. ഇതുപോലൊരു ഫോയിൽ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതിയാകും. കെമിക്കലും ബ്രഷും ഒന്നുമില്ലാണ്ട് കൊണ്ട് ഉരച്ച് കഴുകാണ്ട് കൊണ്ട് നല്ല പളാന്ന് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ നമ്മുടെ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഹറി ജോലിക്കിടയിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ മെസ്സാകൂല്ലേ. ഫുഡിൻ്റെ അംശങ്ങളാണെങ്കിലും ഓയിലൊക്കെ ആണെങ്കിലും തെറിച്ചുകൊണ്ട് നമ്മുടെ ഗ്യാസ് ആണെങ്കിലും ഈ ഒരു അവസ്ഥയായിരിക്കും. പിന്നീട് നമ്മളത് പഴയതുപോലൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും മണിക്കൂർ ഒന്ന് തന്നെ കഴിഞ്ഞേക്കാം. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആണെങ്കിലും കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ചിരട്ട ബർണറിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബർണറിലേക്ക് വെള്ളമൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് കല്ലുപ്പ് പൊടിച്ച് നമുക്ക് ഇതുപോലൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ലെമണിൻ്റെ തൊണ്ടാണ്, ഒരു തോലാണ് നമുക്ക് ആവശ്യം. സാധാരണഗതിയിൽ ലെമണൊക്കെ പിഴിഞ്ഞു കഴിഞ്ഞാൽ, ചെറുനാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ തോലൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. അങ്ങനെ ചെയ്യാണ്ട് കൊണ്ട് ഇതുപോലുള്ള ലെമണിൻ്റെ തോലൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ എപ്പോഴും ലെമൺ പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തോല് ഫ്രീസറിൽ സൂക്ഷിക്കാറാണ് പതിവ്. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച ഒരു ലെമണിൻ്റെ തോലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ആ ഒരു പൊടിച്ച ഉപ്പും ചേർത്ത് നമ്മൾ ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ എത്രത്തോളം ഓയിൽ സ്റ്റെയിനും ഫുഡിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നിമിഷ നേരം കൊണ്ട് നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് സോപ്പ് പൊടി, സ്ക്രബ്ബർ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. മറിച്ച് നമ്മൾ ലെമണിൻ്റെ തോലും ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് എപ്പോഴും നമ്മുടെ കിച്ചണിൽ ഉണ്ടാകും. ലെമൺ ഉപയോഗിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാറ്റകളുടെയും പല്ലികളുടെ ശല്യം നമുക്ക് ഉണ്ടാവുകയില്ല. പാറ്റകൾ ഇല്ലാണ്ടായാൽ തന്നെ നമുക്ക് പല്ലികൾ ഒരുപാട് നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലൊരു കിച്ചൺ ടവലിൽ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ആദ്യം എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം കണ്ടാൽ മനസ്സിലാകും. ഇനി നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഉപ്പും ലെമണിൻ്റെ തോലും വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ടും ഞാൻ ലെമണിൻ്റെ ഒരു തോലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാത്ത തോലാണ്. അങ്ങനത്തെ തോല് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ പിഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ടാകുന്ന ആ ഒരു ലെമണിൻ്റെ തോല് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അത് ഇതുപോലൊന്ന് തിരിച്ച് നമ്മൾ വെച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണിനും കുറഞ്ഞ അളവിലേക്ക് നല്ലെണ്ണയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു തിരിയിട്ട് ഒരു കോട്ടൺ തിരി ഒന്ന് വെച്ച് കൊടുക്കാം. കോട്ടൺ തുണി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കർപ്പൂരം ഒന്ന് പൊടിച്ച് ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കാം. വൈകുന്നേര സമയത്ത് ഇതുപോലൊരു ചെറുനാരങ്ങയുടെ തൊണ്ട് വിളക്ക് നമ്മളൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ എത്ര തന്നെ നെഗറ്റിവിറ്റി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും അതൊക്കെ സ്വിച്ച് ഇട്ട പോലെ കാണാതാവുകയും നല്ലൊരു പോസിറ്റിവിറ്റി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു വിളക്ക് വൈകുന്നേര സമയത്ത് നമ്മൾ കത്തിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ എത്രത്തോളം പൊടിച്ചകളുടെയും അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യമുണ്ടെങ്കിലും അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു വിളക്ക് നമ്മളെ സഹായിക്കും. കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലൊരു ചെറുനാരങ്ങയുടെ വിളക്ക് നമ്മൾ കത്തിച്ച് വെച്ചാൽ മതിയാകും. ആ ഒരു സമയം തന്നെ നമ്മുടെ വീട്ടിലുള്ള കൊതുകുകളെയും പൊടിച്ചകളെയും നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. സാധാരണഗതിയിൽ ഇതുപോലുള്ള സോപ്പുകൾ, അത് ബാത്ത് സോപ്പാണെങ്കിലും വാഷിംഗ് സോപ്പാണെങ്കിലും ഡിഷ് വാഷ് സോപ്പാണെങ്കിലും നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ബോട്ടിലിൻ്റെ മൂടിയിൽ നമ്മൾ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സോപ്പ് അലുത്ത് പോവാണ്ട് കൊണ്ട് പതിവിലും ഏറെ നമുക്ക് ആ ഒരു സോപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ബാത്ത് സോപ്പാണെങ്കിലും എടുക്കാം. അത് നമുക്ക് ഇതുപോലെ ഒരു ചീസ് ഗ്രേറ്ററിലേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബാത്ത് സോപ്പിന് പകരമായിട്ട് വാഷിംഗ് സോപ്പാണെങ്കിലും
ഡിഷ് വാഷ് സോപ്പ് ആണെങ്കിലും ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബാത്ത് സോപ്പ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു പോവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാത്ത് സോപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ബാത്ത് സോപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, അതായത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയ ഒരു ബാത്ത് സോപ്പിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. നമുക്കൊരു 3 ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ കല്ലുപ്പ് പൊടിച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പും ചേർക്കാവുന്നതാണ്. അതും ഒരു 2 ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റ് കോൾഗേറ്റ് ആണ്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുനാരങ്ങയാണ്. ആ ഒരു ചെറുനാരങ്ങ അര ചെറുനാരങ്ങയാണ്, അത്യാവശ്യം വലിയ ചെറുനാരങ്ങ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്തതിന് ശേഷം ആ ഒരു ചെറുനാരങ്ങയുടെ തോല് അല്ലെങ്കിൽ തൊണ്ട് നമ്മൾ വലിച്ചെറിയേണ്ട ആവശ്യമില്ല കേട്ടോ. നേരെ നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. വേറെ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ റെഡിയാക്കി ഒരു മിക്സ് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റെഡിയാക്കി യോജിപ്പിച്ചെടുത്ത ഈ ഒരു മിക്സ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫോയിൽ പേപ്പറാണ്. ഫോയിൽ പേപ്പർ 2 മടക്കായിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫോയിൽ പേപ്പർ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഫോയിൽ പേപ്പർ നമുക്ക് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം, അതായത് 2ആയിട്ട് മടക്കിയെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ റെഡിയാക്കിയ മിക്സ് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ ഫോയിൽ പേപ്പർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാത്ത് സോപ്പ്, ബേക്കിംഗ് സോഡ, പൊടിയുപ്പ്, അതുപോലെ തന്നെ കോൾഗേറ്റും ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ഫോയിൽ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഫോയിൽ പേപ്പറിൻ്റെ മുകളിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ആ ഒരു കൂട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കാം. ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊന്ന് കിഴി രൂപത്തിൽ തന്നെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കിഴി രൂപത്തിൽ റെഡിയാക്കിയ നമ്മുടെ ഈ ഒരു ഫോയിൽ പേപ്പർ എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നൂലിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നൂലെടുത്തതിന് ശേഷം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് നന്നായിട്ട് ചുറ്റി എടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കാം. കാരണം നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ ഹാങ് ചെയ്ത് വെക്കാനും കൂടെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നൂല് നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ഫോയിൽ പേപ്പറിൽ നൂല് ചുറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അഴിഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നൂലിൻ്റെ മറ്റേ അറ്റം ഹാങ് ചെയ്യാൻ പാകത്തിന് നമുക്ക് തൂക്കിയിടാൻ പാകത്തിന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഫോയിൽ പേപ്പറിൻ്റെ കിഴി ഭാഗത്ത് നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ കുട്ടി തുളയൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ഒരു ഫോയിൽ പേപ്പർ നമുക്ക് ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ഈ ഒരു ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കൈയിട്ടെടുക്കുന്ന ഒരവസ്ഥയായിരിക്കും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നൂല് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഹാങ് ചെയ്യാൻ പാകത്തിന്, തൂക്കിയിടാൻ പാകത്തിന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ നമുക്കൊന്ന് കെട്ടി റെഡിയാക്കി എടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫോയിൽ പേപ്പർ നമുക്ക് 2 ആഴ്ചത്തോളമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഇതുപോലൊന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ 2 ആഴ്ചത്തേക്ക് ടോയ്ലറ്റും ക്ലോസറ്റും ബാത്റൂമും ഒന്നും ക്ലീൻ ചെയ്യാണ്ട് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓരോ തവണ നമ്മൾ ക്ലോസറ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോഴും ഇതുപോലൊന്ന് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. മഞ്ഞക്കറയും ബാഡ് സ്മെല്ലൊന്നും ഇല്ലാണ്ട് കൊണ്ട്, ഉരച്ച് കഴുകാണ്ട് കൊണ്ട്, കെമിക്കൽ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമല്ല ബാഡ് സ്മെല്ലൊന്നും ഇല്ലാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വൈറ്റ് കോൾഗേറ്റ്, ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇതൊക്കെ നമ്മുടെ ടോയ്ലറ്റ് അതായത് ക്ലോസറ്റ് ആണെങ്കിലും സെപ്റ്റിക് ടാങ്ക് ആണെങ്കിലും ബ്ലോക്ക് ആവാണ്ട് കൊണ്ട് ഒരുപാട് വർഷത്തേക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല നല്ല കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.